അതിനാണ് ഈ കയറി നിൽക്കുന്നത് കേട്ടോ, ബോളിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇന്ന് ദീപക്കൊന്നും ഇല്ല, പിന്നെ മോൻ ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരുന്നോ, മമ്മി മുകളിലൊന്നും വരാൻ നിൽക്കരുത്. രാത്രി മഴ വരുമ്പോൾ പകരൊക്കെ ഈ മണ്ണ് ഗത ചെളി ഇതായിട്ട് കിടക്കപ്പോൾ ഇവൻ്റെ കാലേ പറ്റിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അലർജി വരുവേ. അപ്പോൾ ബോളിന് വേണ്ടി ഞാൻ പറഞ്ഞേ മോള് അതിനാണ് ഇത് കണ്ടോ, പിടുത്തം കണ്ടോ, ഞാനൊരു കവറിലാക്കി വെച്ചു, ഒരു ബോൾ മാത്രമേ പുറത്തേക്ക് ഇട്ടോളേ, എന്നാ കളിച്ചോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഈ ബെഡിൽ പിന്നെ ബോളും ഒക്കെ ആയിട്ട് കളിച്ച് കിടന്നോ, മമ്മി അപ്പോൾ ഓരോ പണിയെടുത്തിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ ദീപക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ നട്ടല് പോയി കേട്ടോ. കാരണം താഴെ ഉണ്ടല്ലോ, നമുക്ക് 2-3 പ്രാവശ്യം ഇവിടെ അടിച്ചു വാരേണ്ടിയിരിക്കും. കാരണം താഴെ ഈ ചരലും മണലൊക്കെ പണിക്കാർ ഇനിയിപ്പോൾ ഇറക്കി വച്ചിരിക്കുന്നുള്ളതുകൊണ്ട് നിറച്ച് ചെരുപ്പ് എടുത്തിട്ട് ഈ സ്റ്റെപ്പിൽ കൂടെ വരുമല്ലോ. നമ്മൾ അകത്തിടുന്ന ചെരുപ്പ് വേറെ ആണെങ്കിലും ഈ സ്റ്റെപ്പിൽ മൊത്തം മണ്ണും ഒക്കെ ഇന്നലെയൊക്കെ അടിച്ച് തുടച്ച് താഴെയൊക്കെ പോയി. താഴേന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിപ്പൊട്ടിച്ചിടമൊന്നും വരുന്നില്ല, എന്നാലും ആ മെയിൻ റോഡിലൊക്കെ തുടച്ച് മെയിൻ ഡോറുണ്ടല്ലോ, ആ ഡോറിൻ്റെ അവിടെയൊക്കെ തുടച്ച് ഇങ്ങനെ ഒരു പരിവായി. പിന്നെയെന്ന് പറഞ്ഞാൽ മുറ്റോടിക്കാന്ന് പറഞ്ഞാൽ എല്ലായിടവും കല്ലും ചരലും മണലൊക്കെ അങ്ങോട്ട് പിടിച്ചു കിടക്കുന്ന, നമ്മുടെ പെണ്ണുങ്ങളുടെ കൈക്കോ അല്ല വെറുതെ അടിച്ചു വരാനൊന്നും പറ്റൂല. അതൊക്കെ മമ്മട്ടി കൊണ്ട് തന്നെ വേറെ ആൾക്കാരെ നിർത്തിയെടുക്കണം. അത് ചെയ്യാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പരിഷ്കാരം എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, അത് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇന്ന് വൃത്തിയാക്കും, നാളെ പിന്നെയും മേസ്തിരിമാർ വന്ന് പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിടും, പിന്നെയും നമ്മളപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് വൃത്തിയാക്കി നമുക്കൊരു വലിയ വാനിലിട്ട് ഈ റബ്ബിഷും അതും ഇതൊക്കെ കൊണ്ടുപോകാനാണ് ഈ നിൽക്കുന്നത്. വേസ്റ്റും കുറേ ചാക്കുകൾ വേസ്റ്റും ഒക്കെ കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു വണ്ടിയിൽ നമുക്ക് ഒരു പ്രാവശ്യത്തെ പൈസ കൊടുത്താൽ മതി. അപ്പം വരുമ്പോൾ ഒത്തിരി പൈസ ഇവർ വാങ്ങും, ഒരുമിച്ച് അങ്ങോട്ട്. പിന്നെ അതുമല്ല, മഴ വന്ന് നനഞ്ഞ് കുതിർന്ന് കിടക്കും. രാത്രി മഴ, പകലിച്ചിരി ഉച്ചവരെ വെയിൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാവിലത്തെ പണിയൊക്കെയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. മോനെ സ്നേഹിക്കുന്ന, മോനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ മോന് ഞാൻ മത്തങ്ങയും ക്യാരറ്റും പപ്പായയും വേവിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ അവന് ഇഷ്ടംപോലെ നെഗറ്റീവ് ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഞാനത് വേവിച്ച് അവന് ആദ്യം തന്നെ രാത്രി ഞാൻ കണക്ക് കൂട്ടി ഇവന് എന്നാ കൊടുക്കേണ്ടത്. രാവിലെ ബിസ്ക്കറ്റ് നമ്മളൊരു 10 കൊടുക്കും. അവൻ്റെ പെറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ, നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റൊന്നും കൊടുക്കാറില്ല. അവൻ്റെ പെറ്റ് കടയിൽ നിന്ന് മേടിച്ചേനെ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് പറയാനും കൂടെയാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ വിഷമമൊന്നുമില്ല. നെഗറ്റീവ് കമൻറ്റൊക്കെ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റും വരും, പോസിറ്റീവ് വരും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് സ്വീകരിക്കുക, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് അങ്ങോട്ട് കളയുക, അത്രയേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കുക. പിന്നെ എൻ്റെ ജലദോഷം തന്നെ ഒരു 10 ദിവസമായിട്ട് ജലദോഷമൊക്കെ കുറഞ്ഞു, പനിയൊക്കെ കുറഞ്ഞു. അല്ലാതെ ആ സൗണ്ട് ഇപ്പോഴും ജലദോഷത്തിൻ്റെ ഇത് വിട്ടു പോയിട്ടുമില്ല. ഡെയിലി സ്റ്റീം പിടിക്കുന്നുണ്ട്, അതാ സൗണ്ട് ഇങ്ങനെ കേട്ടോ. ഇതൊക്കെ ഈ ജലദോഷത്തിൻ്റെയും ആ ഒരു ക്ഷീണമൊക്കെ പോയിട്ട് ഞാൻ ഫേസ് കാണിച്ച് വരാം കേട്ടോ. ഫേസ് കാണിച്ച് നമുക്ക് 2-3 വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താണെന്ന് അറിയാമോ ഫേസ് കാണിക്കാതെ, നമ്മൾ ഈ പണിയൊക്കെ എടുത്തല്ലേ നടക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ റിമൂവ് ചെയ്യുന്നു, അല്ലാതെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പ്രാപ്തരല്ല അതിനെക്കുറിച്ച് തിരിച്ച് പറയാനൊക്കെ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, പിന്നെ നമ്മൾ മണ്ടന്മാരാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലതും ഉണ്ടാവുക ചീത്തയുണ്ടാവുക അല്ലേ. പക്ഷെ എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ. ഒരു സ്ത്രീ, അത് ഞാൻ റിമൂവ് ചെയ്തു, ചോറ് കൊടുത്ത് കൊല്ലുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായി. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സായ സ്ത്രീയോട് തന്നെ പറയുന്നത്. ഫ്രണ്ട്സാണോ പുതിയതായിട്ട് വന്ന കമൻറ്റാണ്, ഞാനത് റിമൂവ് ചെയ്തു. നമ്മൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ വളർത്തുന്നത് കൊല്ലാനാണോ? ഇല്ലല്ലോ. അതുപോലെ ഇവൻ എൻ്റെ മകനാണ് കേട്ടോ. ഈ മകനെ വളർത്തുന്നത് നമ്മളൊരിക്കലും ഒന്നുമല്ല, കൊല്ലാനോ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇവന് ചോറെന്ന് പറയുന്ന സാധനം ഞാൻ രാത്രിയൊന്നും കൊടുക്കാറില്ല.
രാത്രി ഇന്ന് ഒരിക്കലും കൊടുക്കാറില്ല. അവന് രാത്രി 2 റൊട്ടിയോ, ഒരു ദിവസം റൊട്ടി. പിന്നെ ഇപ്പോൾ മുട്ട അവൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി വല്ലപ്പോഴൊക്കെയാണ് മുട്ട കൊടുക്കുന്നത്. പിന്നെ പിന്നെ അവന് കൊടുക്കുന്നത് ആപ്പിൾ കൊടുക്കും. ആപ്പിൾ അവൻ ചിലത് ഇങ്ങനെ കടിച്ച് തിന്നും, ചിലത് കടിച്ച് തിന്നാത്തോണ്ട് ഞാനത് ജ്യൂസാക്കി ചോറിലിട്ട് കൊടുക്കും. അവനത് ഇഷ്ടമാണ്, പണ്ട് മുതലേ അങ്ങനെ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വർദ്ധമാൻ കൊള എന്ന് പറയും, അതായത് പൂവമ്പഴം. പൂവമ്പഴം അവനിഷ്ടമാണ്, വേറെ ഒരു പഴവും അവൻ കഴിക്കില്ല. അപ്പോൾ പൂവമ്പഴം കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലും മത്തങ്ങ കൂടുതൽ കൊടുക്കാറില്ല. ഡോക്ടർ പറഞ്ഞു വണ്ണം വെക്കുന്നുള്ളതുകൊണ്ട് മത്തങ്ങ കുറച്ച് കൊടുക്കാൻ പറയും. പപ്പായ അവന് ഒരുപാട് വലിയ പപ്പായ അങ്ങനെ ഞാനിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പപ്പായ, ക്യാരറ്റ്, ബീൻസൊക്കെ ഞാൻ ഒരുപാട് കൊടുക്കും. പച്ചക്കറികൾ കൂടുതൽ കൊടുക്കും, ചോറ് കുറച്ചാണ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ കുറച്ച് കൊടുക്കാം, പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അവന് ഞാൻ ഡോക്ടർ പറഞ്ഞ ഗ്രാം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇത്ര ഗ്രാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പുതിയതായിട്ട് കാണുന്നുള്ളവർ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക, കണ്ടിട്ട് വിലയിരുത്തുക കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നവർ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും അതിനെ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല, പഴയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇവനെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്നവർ കൂടിയാണ് പറയുന്നത്. ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാൽ നാളെ ഇടാമെന്ന് വിചാരിച്ചാൽ, എന്നാലും ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇത് പറയാൻ വേണ്ടി. പുതിയതായിട്ട് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇവനെ നേരെ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ ഞാനത് ഫ്ലുവൻ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റാണ് ഡോക്ടറിൻ്റെ വീട്, എൻ്റെ പെറ്റ് ഡോക്ടറിൻ്റെ വീടും. അവർ വൈഫും ഹസ്ബൻഡും ഡോക്ടറാണ്. താഴെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക്. അവിടെ ഓപ്പറേഷൻ സംവിധാനവും എല്ലാം ഉണ്ട്. ഇവിടെയുള്ള കൊൽക്കട്ടയിലുള്ള ഒരുവിധപ്പെട്ടുള്ള പെറ്റും കിറ്റൻസും എല്ലാ പെറ്റ്സുകളും വരുന്നതും ഓപ്പറേഷനും കാര്യങ്ങൾക്ക് വരുന്നത് അവിടെയാണ്. അപ്പോൾ നേരെ എൻ്റെ ഗേറ്റ് തുറന്നാൽ അദ്ദേഹത്തിൻ്റെ വീടാണ്. ഇവിടെ നിന്നൊരു ഫോൺ വിളിച്ചാൽ മതി, അദ്ദേഹം വരും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇവനെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ദൂരെയൊന്നും കൊണ്ടുപോകണ്ട, ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അവനെ. അപ്പോൾ അവൻ്റെ വെയിറ്റ് ഞങ്ങൾ തൂക്കുന്നുണ്ട്, വെയിറ്റ് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവൻ്റെ ഇഷ്ടംപോലെ ചെക്കപ്പ്, അവൻ്റെ ഷുഗർ, പ്രഷർ, H1B1, ക്യാൻസർ, ഹാർട്ട്, ലങ്സ്, എല്ലാം, ലിവർ എന്ന് വേണ്ട നമ്മുടെ മനുഷ്യന്മാർക്കുള്ള എല്ലാ ചെക്കപ്പും ഞങ്ങൾ അവന് നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇച്ചിരി വെയിറ്റ് കൂടുതലായാൽ ഡോക്ടർ വെയിറ്റ് കുറക്കാൻ പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഭക്ഷണത്തിന് ക്രമീകരിക്കും കേട്ടോ. എന്നാലും അവന് പ്രോട്ടീൻസ് ഉള്ള സാധനങ്ങൾ, ആപ്പിൾ, പഴം, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും. പിന്നെ അവന് കൊടുക്കുന്ന ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിക്കൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ചിക്കൻ മാത്രം, ഇന്ന് വരെ അവന് വേറെ ഇറച്ചി കൊടുത്തിട്ടില്ല. പിന്നെ മീൻ അവന് ഇന്ന് അവൻ ജനിച്ചിട്ട് അവന് മീൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല. മീനെന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുമില്ല, അവൻ കഴിക്കുകയില്ല. കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. പിന്നെ അപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ അവന്, ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കനിൽ വലിയ ഇതൊന്നും അല്ല, റെഡ് മീറ്റ് ഒന്നും അല്ലല്ലോ. പിന്നെ മറ്റുള്ള മീറ്റുകൾ നമ്മൾ ഇവിടെ പശു അതങ്ങനത്തെ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവൻ അങ്ങനത്തെ മീൻ, അങ്ങനത്തെ ഉള്ള ഇറച്ചികളൊന്നും കൊടുക്കാറില്ല. അവന് ചിക്കൻ മാത്രമേ കൊടുക്കൂ. ആ രാത്രി നമ്മൾ ഇത്ര ചിക്കന് പുഴുങ്ങി കൊടുക്കും, ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പുഴുങ്ങി കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇതിട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്ന ഫുഡുകളോ ഒന്നും തന്നെ അവന് കൊടുക്കാറില്ല. എണ്ണയിട്ടതോ നെയ്യിട്ടതോ ചേട്ടനെ കണ്ടു, അതാണ് അവൻ നോക്കുന്നത്. കണ്ടോ, ഇന്നിവിടെ പൂജയൊക്കെ തുടങ്ങിയപ്പം അവന് കളിക്കാൻ പറഞ്ഞുകൊണ്ട് ബോൾ വേണം, അതാ ഈ വന്നിരിക്കുന്ന പുതിയ ബോൾ വേണം. ചേട്ടനൊന്ന് വന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നതാണ് കേട്ടോ. ചേട്ടനൊക്കെ അവധിയാണ്, പൂജ. അവൻ ഈ ക്ലബിലെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡ്, അതായത് എണ്ണയിട്ടതോ നെയ്യിട്ടതോ അങ്ങനെയൊന്നും അവന് കൊടുക്കാറില്ല. എൻ്റെ മോന് കൊടുക്കാറില്ല, ചെറുപ്പം മുതലേ അവന് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നെയ്യിട്ടതും ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ഇവൻ്റെ ലിവറിനും ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ചീത്ത വെള്ളം, പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളം കൊടുത്തിരുന്നാലും ലിവറിനൊക്കെ കേടുവരാം. പക്ഷേ
ആരോ പോകുന്നു, ചേട്ടനാണെന്ന് തോന്നുന്നു. ചേട്ടൻ ചിക്കൻ മേടിക്കാൻ പോകുന്നതാണേ. അപ്പോൾ അതാണ് ചേട്ടനെ ചിക്കൻ വാങ്ങിക്കാൻ ഇവൻ്റെ ചിക്കൻ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ചിക്കൻ മേടിക്കാൻ ബൈക്കിൽ പോയി മേടിച്ചുകൊണ്ട് വരുമല്ലോ. അതിനാണ് അച്ഛന് ടൈം ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എണ്ണ ഇട്ടൊന്നും കൊടുക്കാറില്ല. പിന്നെ ഡയറക്റ്റായിട്ടുള്ള വെള്ളം, അവന് അക്വഗാർഡിലെ വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്നുള്ള വെള്ളം കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പം വല്ല തുരുമ്പ് അങ്ങനെയൊക്കെ വന്ന് ചിലപ്പം ലിവറിന് കേടുവരാം. ഞങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. അവന് കൊടുക്കുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നമ്മൾ അവനെ നോക്കുന്നത് പറയുന്നതല്ല കേട്ടോ. ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ട് നമുക്കത് ക്ലിയർ ആക്കണമല്ലോ, അതുകൊണ്ടാട്ടോ. അങ്ങനെ ദേഷ്യത്തിലോ അതൊന്നുമല്ല, നമുക്കതിൽ സങ്കടമൊന്നുമില്ല. എന്നിരുന്നാലും അവനെ കൊല്ലാനൊന്നുമല്ല, നമ്മൾ കൊല്ലാൻ ഇത്രയും അരുമയായിട്ട് വളർത്തു ഒരിക്കലുമില്ല. അങ്ങനത്തെ വേട ഉപയോഗിക്കരുത്. എനിക്ക് സങ്കടം വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർക്കുന്നതേ ശരിയല്ല. അവനെ അങ്ങനെയെന്നുള്ള ഒരു കാര്യം ഓർക്കുന്നതേ നമുക്ക് ഇഷ്ടമല്ല. എന്നും അവൻ നമ്മുടെ കൂടെ വേണോ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതോ ഒന്നുമല്ല. അവരെ അത്ര പുന്നാരയായിട്ടാണ് നോക്കുന്നത് ഞങ്ങൾ. കാരണം ഞങ്ങൾക്കില്ലെങ്കിലും മരുന്ന് അവന് മേടിക്കുക. പിന്നെ അവന് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഇവർക്ക് ടോണിക്കുകൾ കൊടുക്കും, ലിവർ ടോണിക് കൊടുക്കും, പിന്നെ തുള്ളി മരുന്നുകൾ കൊടുക്കും. അതിപ്പോഴും ഡോക്ടർ തരുന്നുണ്ട് കൊടുക്കുന്നത്. അത് അസുഖത്തിനല്ല, അത് അവർക്ക് വേണ്ടതാണ്. അവരുടെ സ്കിന്നിനും അവരുടെ ഹെയറിനും ഒക്കെ വേണ്ടുള്ള ടോണിക്കുകളും കാര്യങ്ങളൊക്കെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കതൊരു സങ്കടം വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആരും ഒന്നും വിചാരിക്കണ്ട, ഞാനങ്ങനെ നെഗറ്റീവ് കമൻറ്റിന് മറുപടി തരുന്നതല്ല. എന്നാലും നമുക്കത് ക്ലിയർ ആക്കണം. ചിലപ്പോൾ ഈ പുതിയതായിട്ട് വരുന്നവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഞങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കാറില്ല ഒന്നും. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും ഞാൻ അവൻ്റെ കുക്കിങ്ങുകൾ കാണിച്ചു തന്നു. പ്രത്യേകിച്ച് അവന് മഞ്ഞപ്പൊടിയും ഉപ്പ് കുറച്ചിട്ട് ഒക്കെ ഡോക്ടർ പറയുന്ന ആ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വന്നാൽ അപ്പം തന്നെ ഡോക്ടറിനെ ഫോൺ ചെയ്യും. അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് നോക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പം ഞാനിന്ന് കുറച്ച് കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പുതിയതായിട്ട് കാണുന്ന ചാനൽക്കാർക്ക് അറിഞ്ഞൂടാ, അത് ബോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി, അതാണ് അവനെ നോക്കുന്നത്. പുതിയതായിട്ട് വരുന്നവർക്ക് അറിഞ്ഞുകൂടാ, അതാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ച് വെയിറ്റ് കൂടുമ്പം തന്നെ പിന്നെ നമ്മൾ ഫുഡിനൊക്കെ നമ്മൾ കൺട്രോൾ വരുത്തും. അവനെ എപ്പോഴും ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ അവൻ്റെ വെയിറ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇവന് ഇത്തിരി പൊക്കമുള്ളതും ഇച്ചിരി നീളമുള്ളതുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അല്ലാതെ അവനിൽ വലിയ വണ്ണമൊന്നും ഇല്ല കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ അവന് 50 kg ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് ഇപ്പോൾ അവന് 43 ഉള്ളൂ. ആക്ച്വലി 40 വരാം, പക്ഷെ 43 ഉള്ളൂ. പക്ഷേ അവന് ഇച്ചിരി വണ്ണമല്ല, നീളവും പൊക്കമൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്ന് കുറച്ച് വാചകങ്ങളൊക്കെ ആയിട്ട് ഈ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മൾ ഫസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കണ്ട് വിലയിരുത്തരുത്. നിങ്ങൾ അങ്ങോട്ടുള്ള പഴയ വീഡിയോസൊക്കെ പുതിയ ആൾക്കാർ വന്ന് കണ്ട് നോക്കണം. അപ്പോഴാണ് അവരെ എങ്ങനെ നോക്കുന്നു എന്നുള്ള. ഇന്ന് വരെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അവന് കൊടുത്തിട്ടില്ല. സത്യമാണത്. ഇവിടെയുള്ളവർക്കൊക്കെ അതറിയാം. ഇനിയിപ്പോൾ ഈ കൊൽക്കട്ടയിൽ വന്ന് ആർക്കും നോക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ വന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആ ശീലം ഞാൻ ശീലിപ്പിച്ചിട്ടില്ല. അവനുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്, അവൻ കിടന്നോളും. ഇവൻ ഭക്ഷണത്തിന് വിരുദ്ധമാണ് കേട്ടോ. അതുകൊണ്ടാണ് വാരി കൊടുക്കണം. ഇവൻ മറ്റുള്ള പെറ്റുകളെ പോലെയല്ല, ഭക്ഷണം കണ്ട ആർത്തിയോടെ കഴിക്കുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അവൻ ഭക്ഷണത്തിന് ഇത്തിരി പിറകോട്ടാണ്. അവന് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. കട്ടിലിൻ്റെ അടിയിലും ഈ കട്ടിലിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ ഒളിച്ചിരിക്കുക. അപ്പം ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി വാരി കൊടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എന്നാൽ അവൻ ഭക്ഷണത്തോട് അവനിഷ്ടം ബിസ്ക്കറ്റാണ്, അവൻ്റെ പെറ്റ് ബിസ്ക്കറ്റാണ്, അതാണ് അവനിഷ്ടം. പിന്നെ മുട്ട ഇഷ്ടമായിരുന്നു. അപ്പം നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മുട്ടയൊക്കെ ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് അത് പിന്നെ ഡോക്ടർ പറഞ്ഞ പിന്നെ നിർത്തി. ഡോക്ടർ മന ചെയ്ത് നമ്മൾ നിർത്തിയിട്ട് നമ്മളിപ്പോൾ 1-2 ഒരാഴ്ച കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. അല്ലാതെ അവന് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഡെയിലി അവന് ചെക്കപ്പും കാര്യം. അപ്പോൾ ചെക്കപ്പിനൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവരുടെ പെറ്റ് ഡോക്ടറിൻ്റെ ഫീസ് കുറവാണ്. പക്ഷേ പെറ്റ് കടയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ടാബ്ലറ്റ്സിന്, അതായത് കുഞ്ഞു പെറ്റിന് അതിൻ്റേതായ പൈസയും ഡോസുകളും, അപ്പോൾ ഡോസൊക്കെ അടങ്ങിയ മെഡിസിൻസ് ആയിരിക്കും.
ഇവനെന്ന് പറയുമ്പോൾ വലിയ പെറ്റിനെന്ന് പറയുമ്പോൾ നമുക്ക് 400 രൂപ കുറഞ്ഞോ 500 രൂപ കുറഞ്ഞോ ഒരു ടാബ്ലറ്റ്സും വേറെ ഒരു സാധനവും കിട്ടത്തില്ല. എല്ലാം വില കൂടുതലാണ്. അത് പെറ്റ് നോക്കുന്നുള്ളവർക്കറിയാം, പെറ്റ് കടയിൽ പോകുന്നുള്ളവർക്കറിയാം, പെറ്റായിട്ട് സഹകരിക്കുന്നുള്ളവർക്കറിയാം. അങ്ങനെയാണ്. ഡോക്ടറുടെ ഫീസ് കുറവാണ്. ചിലപ്പോൾ നമ്മളറിയാമെന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം ഡോക്ടർ ഫീസ് മേടിക്കുകയില്ല. പക്ഷെ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ ഇവിടുത്തെ ഇതെല്ലാം ഞങ്ങൾ ലാബിൽ പോയി ഇത്രയും ചെക്കപ്പ്, ക്യാൻസർ ചെക്കപ്പ്, ഷുഗർ ചെക്കപ്പ്, H1B1, ലിവർ, ലങ്സ്, ഇത് പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ ബോൺ വരെ ചെക്കപ്പ് ചെയ്തു, നടുവും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ചെക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയും 11,000 രൂപ വരും. അപ്പോൾ ഇവൻ്റെ മെഡിസിനും ആയിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പൈസ നോക്കാതെ ഇവനെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പറയുന്നതല്ല. ഇപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ട് അത് പറയണമെന്നേ ഉള്ളൂ. പൈസ നോക്കാതെ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അവനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യും. വർഷത്തിലൊരിക്കൽ അവന് ചെക്കപ്പ് ഉണ്ട്. അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ദിവസം ഞാൻ പല വീഡിയോസിൽ അത് കാണിച്ച് തന്നിട്ടുണ്ട്. പല വീഡിയോസിൽ ഇവനെ ചെക്കപ്പ് ചെയ്ത ആ ഒരു എല്ലാ കാര്യങ്ങളും, പ്രിസ്ക്രിപ്ഷനും ചെക്കപ്പ് ചെയ്ത റിപ്പോർട്ടും എല്ലാം കാണിച്ചു തന്നുണ്ട്. ഇവന് ഒന്നും തന്നെ ഇല്ല. ഇവനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് എല്ലിൻ്റെ ഇത് വന്നു. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് കൂടിയുകൊണ്ടാണ് ആ ഷേക്ക് വന്നത്, അല്ലാതെ അവനൊന്നുമില്ല. പിന്നെ അവന് വരുന്ന ഈ അലർജി, അത് ഡോക്ടർ ഞാൻ പറഞ്ഞു ഈ അലർജി ഇനി വരാതിരിക്കാൻ വല്ല ബ്ലഡ് ചെക്കപ്പ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട, അതല്ല. ആദ്യം അദ്ദേഹം പറഞ്ഞു പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ പുറത്തെ സ്ട്രീറ്റ് പപ്പീസിൻ്റെയൊക്കെ അതല്ല. ഇവൻ എപ്പോഴും ഈ നക്കൂലേ, അപ്പം നക്കുമ്പോൾ ഇവരുടെ ആ സിറം ഇതിൽ കൊള്ളും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അവൻ നക്കും. പക്ഷേ ഞാൻ അവനെ പല്ല് തേപ്പിക്കാറുണ്ട്. അവൻ്റെ ബ്രഷ് ഞാൻ പെറ്റ് കടയിൽ നിന്ന് മേടിക്കാറുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ ഇടാറുണ്ട്. പല്ല് തേക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ബ്രഷ് വേറെയാണ്. എല്ലാം ചെയ്തിരുന്നാലും നമ്മൾ എത്ര പല്ല് തേച്ച് കൊടുത്താലും നമ്മൾ കഴിപ്പിക്കുമ്പോൾ ആ സിറം ഇവരിവിടെ നക്കുമ്പോൾ അവരുടെ ആ നാക്കിലെ സിറമൊക്കെ കൊണ്ടിട്ടാണ് ഈ അലർജി വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അത് പ്രത്യേകിച്ചും ലാബിനാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഡിസീസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ചെക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ ഞാൻ ഈ പെറ്റ് കടയിൽ പോയി മെഡിസിൻ വാങ്ങുന്നതും ഇവൻ്റെ സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർ, നമ്മളെ വിലയിരുത്തുന്നവരൊക്കെ പഴയ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ. കണ്ടിട്ട് വേണം നിങ്ങൾ നമ്മളെ വിലയിരുത്താൻ. അല്ലാതെ അയ്യോ അങ്ങനെ ഒന്നും ഓർക്ക് പോലുമില്ല കേട്ടോ, ഓർക്കാനില്ല. ഇപ്പം എനിക്കത് പറയുമ്പം തന്നെ സങ്കടം വരുന്നു. കാരണം അങ്ങനത്തെ ഒരു വേർഡ് ഓർക്കാൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല. കാരണം ഇവരെ പോലെയുള്ളവരെ വളർത്തുന്നുള്ളവർക്ക് മാത്രമേ അതറിയുള്ളൂ. ആ സ്നേഹം, അവരുടെ സ്നേഹം ഒക്കെ കേട്ടോ. അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ വളർത്താൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ എല്ലാവർക്കൊന്നും ഇങ്ങനെ വളർത്താൻ പറ്റത്തില്ല കേട്ടോ. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്ര അധികം നോക്കാൻ പറ്റുള്ളൂ. ഒരു പെറ്റിന് തുറന്ന മനസ്സ് വേണം. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ എഴുതി നിങ്ങൾ ചോറ് കൊടുത്ത് കൊല്ലാനാണോ എന്ന് ചോദിച്ചോണ്ടാ. അയ്യോ, ഞാൻ താമസിക്കുന്ന കൽക്കട്ടയിലാണ്. ഇവിടെ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അവനെ വളർത്തുന്നതും അവനെ നോക്കുന്നതും എങ്ങനെയാണെന്ന്. എൻ്റെ കുറേ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ തന്നെയാണ് വന്നത്. എനിക്കതൊരു വേർഡ് കേട്ടപ്പോൾ കൊല്ലുന്നുള്ളൊരു വാക്കേ നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. കാരണം അങ്ങനെയല്ല, അത് ശരിക്കും അത് അവോയ്ഡ് ചെയ്യുക. കാരണം ആ ഒരു വാക്ക് കേൾക്കുന്നത് ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന, പെറ്റിനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതാണ്. ഇത് പൊന്നീൻ്റെ ചിക്കൻ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. ചിക്കൻ രാത്രിയാണ് കേട്ടോ, ഇപ്പോഴത്തേക്കല്ല. ഇപ്പം മമ്മി പപ്പായി, മത്തങ്ങയും ക്യാരറ്റൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചേട്ടനോട് കളിക്കുന്ന കേട്ടോ. സന്തോഷമാണ് ആ തുള്ളുന്നത്. അച്ചോ തുള്ളുന്ന ഇത് ചിക്കൻ കൊണ്ടുവന്ന സന്തോഷം. എൻ്റെ മോൻ ബോളൊക്കെ കളിച്ച് ഇവിടെ കിടന്നോളും. എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് കുട്ടികളുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലുള്ള ആ ചേട്ടനുണ്ട്. അവിടെ നോക്കി ആ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. മമ്മി വരാം. കൊച്ചിൻ്റെ പപ്പായയും ബീൻസ് ക്യാരറ്റൊക്കെ
പുഴുങ്ങിയതൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയതൊക്കെ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുക്കണം. പിന്നെ പിള്ളേക്ക് മോന് സ്കൂബി മോന് മരുന്നുകൾ കൊടുക്കണം, അലർജിയുടെ മരുന്ന് കൊടുക്കണം. അപ്പം ഇന്ന് ഞാൻ കുറച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയാൻ വേണ്ടി വന്നത്. പുതിയ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് അറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഈ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പഴയ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയൊന്നും അവന് നമ്മൾ ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പേടിക്കൊന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ചെക്കപ്പ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നേരെ ഓപ്പോസിറ്റ് ക്ലിനിക്ക്. നമുക്ക് ദൂരെയൊന്നും പോണ്ട. അവനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ബെൽറ്റ് മാത്രം ഇടണമെന്നേ ഉള്ളൂ. കാരണം ഇഷ്ടംപോലെ പെറ്റ്സും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നെ ജാൻവറല്ലേ, അവരെ ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. അവർ പിന്നെ കാണിക്കുന്നത് അവൻ ലൈവായിട്ട് കാണിക്കുന്നത് ഞാൻ അവൻ്റെ ആ ഡേ ഇൻ ലൈഫ് ഒന്ന് എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും എൻ്റെ മനസ്സിൽ ഇന്നലെ ആ മെസ്സേജ് വായിച്ചപ്പോൾ തൊട്ട് അയ്യോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ അതിന് വേണ്ടിയാണോ വളർത്തുന്നത് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ചിന്ത വരുമല്ലോ. അങ്ങനെ ഓർക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും ഓർക്കാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങനെയൊന്നും അയ്യോ ആ ഒരു വേട് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. മനസ്സിലായോ? ഞാൻ നാട്ടിൽ പോകുമ്പോഴേ എൻ്റെ ഹസ്ബൻഡ് 2 മാസം ഞാൻ നാട്ടിൽ നിന്നാൽ 2 മാസം ജോലിക്ക് പോകത്തില്ല. കാരണം 2 മാസത്തെ സാലറി ഇല്ല. പിന്നെ 1 മാസം പോയില്ലേ 1 മാസത്തെ സാലറി കിട്ടില്ല. പ്രൈവറ്റ് ഫാമല്ലേ. അപ്പോൾ അങ്ങനെ വരെ നമ്മൾ സാലറി വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇവനെ നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കും. എന്നിട്ട് ഞാൻ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മാസത്തെ സാലറി അങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ 1.5 കൊല്ലമായിട്ട് ഇവനെ കാരണം നാട്ടിൽ പോകുന്നില്ല. മനസ്സിലായി? അങ്ങനെ നാട്ടിൽ പോയിരുന്നാലും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിൽക്കേണ്ടിയിരിക്കും ജോലി വിട്ട്. അപ്പോൾ നമുക്ക് ആ മാസത്തെ സാലറി കിട്ടുകയില്ല. നമുക്ക് ആ സാലറി വേണ്ട, അതിനേക്കാൾ വലുത് ഇവനാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇവനാണ് നമുക്ക് വലുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇന്ന് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ആരാ പൊന്നാ? ചേട്ടനാണോ? ചേട്ടൻ വന്നു, ചിക്കൻ മേടിച്ചു, അതാണ് കേട്ടോ.